ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ മോർണിംഗ് വെയിലൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ വെളിയിൽ. അപ്പം വെളിയിലേക്കൊന്ന് വന്ന് ഒന്ന് റിഫ്രഷ് ചെയ്ത് നമുക്ക് നമ്മളുടെ പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഒരു ചായ എന്നാണ് കേട്ടോ. എനിക്ക് വന്നിട്ട് ചായ ഇല്ലാണ്ട് പറ്റില്ല. എന്ത് തന്നെ സംഭവിച്ചാലും ചായ ഇല്ലാണ്ട് മോർണിംഗ് എനിക്ക് റണ്ണാവേ ഇല്ല. അപ്പം ആദ്യം ചായക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ദോശ ഉണ്ടാക്കുവാണ്. ഇവിടെ എല്ലാവരും ദോശപ്രിയരാട്ടോ. എന്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് പറ്റില്ല. ദോശ തന്നെ വേണം. അതും വെറൈറ്റി ദോശകളാണ്. ഒന്നുമില്ലെങ്കിൽ മസാല ദോശ, ഇല്ലെങ്കിൽ ഞാൻ ഈ പനീറിൻ്റെ ഇങ്ങനെ സ്പിനച്ച് വെച്ചിട്ടുള്ള ദോശാസും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. മോനും കൂടി ഉള്ളതുകൊണ്ട് വെറൈറ്റി ദോശയായിരിക്കും. അപ്പം അങ്ങനെയാണ്. പ്ലെയിൻ ദോശയും ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫില്ലിങ്ങുള്ള ദോശയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡും മോനും കഴിച്ചോളും. അപ്പം നമുക്കിന്ന് വെളിയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഹരിതാപവും പച്ചപ്പൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ താമസിക്കുന്ന ഒരു വില്ലേജിലാണ്. അപ്പം വില്ലേജ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഹരിതാപം പച്ചപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്, ഒരു 40-45 മിനിറ്റ്സ് ആവും ബൈക്കിൽ. ഓക്കെ. അപ്പോൾ ഹസ്ബൻഡ് ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തുകൊണ്ട് എന്നെ ഒന്ന് കൊണ്ടുവിട്ടാണ്. പിന്നെ മോനുമായിട്ട് ഒരു ഔട്ടിങ്ങും ആയല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഭയങ്കര ദാഹം, ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചപ്പം അവിടെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. 600 ml ജ്യൂസ് ഷോപ്പ്. അപ്പം ഞാനിങ്ങനെ 24 മണിക്കൂറും എനിക്ക് തണുത്ത് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്കത് ചേരുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടപ്പോൾ ചുമ്മാ കിട്ടായിരിക്കും എന്ന് വിചാരിച്ചേ. പക്ഷെ അതല്ല, ജ്യൂസിൻ്റെ ആ ബോട്ടിലിൻ്റെ ഗ്ലാസിൻ്റെ വലിപ്പം നോക്കിയേ, അത്രയും ജ്യൂസ്. 60 രൂപയാണ് കേട്ടോ. 600 ml ജ്യൂസിന് 60 രൂപ, അതാണ് കണക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം ഡാൻസ് ക്ലാസ്സിലെത്തി. അപ്പോൾ ഇന്ന് പുതിയൊരു ജോയിനിങ് ഉണ്ടാവുകൊണ്ട് ആ കുട്ടി എനിക്ക് ദക്ഷിണ തരണമാണ്. നമ്മളുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ പഴവും ഫ്രൂട്ട്സും അതേപോലെ നാളികേരമൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ദക്ഷിണ തരാം. ഓക്കെ. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം അതൊരു സ്കൂളാണ് കേട്ടോ, ഒരു സ്കൂള്, ചെറിയ കുട്ടികളുടെ സ്കൂളാണ്. അപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞു നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ വന്നു. മോനായിട്ട് കുറച്ച് നേരം ഇരിക്കുമായിരുന്നു. കണ്ണിൻ്റെ അവിടെയൊക്കെ മുറിയാക്കിയിട്ടുണ്ട്. അഗർബത്തി കൊണ്ട് പൊള്ളിയതാണ് കളിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.